Hi friends, welcome to Crisil. 2025 IPL റീറ്റെയിൻ പോളിസി അനുസരിച്ച് ആരൊക്കെയായിരിക്കും പല ടീമുകളും റീറ്റെയിൻ ചെയ്യാൻ പോകുന്നതെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വിശദമായ റിപ്പോർട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച രണ്ട് ടീമുകളെ പറ്റിയിട്ടായിരുന്നു, ഒന്ന് മുംബൈ ഇന്ത്യൻസും മറ്റൊന്ന് പഞ്ചാബ് കിങ്സും. ഇന്ന് നമ്മൾ പുതിയ രണ്ട് ടീമുകളെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഏത് ഓർഡറിലാണ് ഈ ടീമുകളെ എടുക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. നമ്മൾ ഈ കഴിഞ്ഞ വർഷത്തെ 2024 IPL പോയിന്റ്സ് ടേബിളിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് ടീമുകളെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും അവസാനം ഫിനിഷ് ചെയ്ത മുംബൈ ഇന്ത്യൻസും 9ാമത് ഫിനിഷ് ചെയ്ത പഞ്ചാബ് കിങ്സുമായിരുന്നു കഴിഞ്ഞ നമ്മുടെ ദിവസത്തെ ഒരു സബ്ജക്റ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാമതും 7ാമതും ഫിനിഷ് ചെയ്ത ടീമുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ 8ാമത് ഫിനിഷ് ചെയ്ത ടീം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഗുജറാത്ത് ടൈറ്റൻസ് ആയിരുന്നു. 7ാമത് വന്ന ടീം എന്ന് പറയുന്നത് ലക്നോ സൂപ്പർ ജയൻസ് ആയിരുന്നു. 2022 ഈ രണ്ട് ടീമുകളും ആദ്യമായിട്ട് IPL-ലേക്ക് എൻട്രി ചെയ്യുന്നത്. ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്ത് 2 വർഷം IPL-ൽ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ഒരു ടീമായിരുന്നു. 2022 ചാമ്പ്യന്മാരായി, 2023 ഫൈനലിൽ അവർ പരാജയപ്പെടുകയും ചെയ്തു. 2024 പക്ഷേ അവരുടെ പ്രകടനം മോശമാവുകയും അവർ 8ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന ഒരു മികച്ച ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിച്ചപ്പോഴാണ് 2 വർഷം അവർക്ക് ജയം നേടാനായത്. പക്ഷേ കഴിഞ്ഞ വർഷം ഹാർദിക് പാണ്ഡ്യ അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് തന്റെ പഴയ തട്ടകമായ മുംബൈ ഇന്ത്യൻസിലേക്ക് മാറുകയും ചെയ്തിരുന്നു. ഏതായാലും ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു ടീമിനെ സെറ്റ് ചെയ്യാനായിട്ട് 2022 അവർക്ക് സാധിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് ഹാർദിക് പാണ്ഡ്യ തന്നെയായിരുന്നു. മറ്റൊന്ന് റഷീദ് ഖാനെ ആ ടീമിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു. ശുഭ്മാൻ ഗിൽ എന്ന് പറയുന്ന ഒരു യുവതാരത്തിനെ ആ ടീമിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിരുന്നു. ഇങ്ങനെ പല താരങ്ങളും ആ ടീമിലുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷത്തെ ഓപ്ഷനിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ ആരൊക്കെയായിരിക്കും അല്ലെങ്കിൽ ആരൊക്കെയായിരിക്കും അവർ നിലനിർത്താൻ പോകുന്നതെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. അതിൽ എനിക്ക് തോന്നുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം അവരെ ലീഡ് ചെയ്ത ശുഭ്മാൻ ഗിൽ തന്നെയാണ്. കാരണം ശുഭ്മാൻ ഗില്ലിനെ ഏതായാലും ഇന്ത്യ 3 ഫോർമാറ്റിലും വൈസ് ക്യാപ്റ്റനായിട്ട് നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു ഫ്യൂച്ചർ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ മാനേജ്മെന്റ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇമ്പോർട്ടൻസ് ഗുജറാത്ത് ടൈറ്റൻസും അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം അദ്ദേഹം ഓൾറെഡി ക്യാപ്റ്റൻ ആയിരുന്നു. ഈ വർഷവും അദ്ദേഹം തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ഈ 18 കോടി രൂപയുടെ ബ്രാക്കറ്റിൽ വരാൻ ചാൻസ് ഉള്ള ഒരു താരം എന്ന് പറയുന്നത് ഈ ടീമിലെ ശുഭ്മാൻ ഗില്ലാണ്. ശുഭ്മാൻ ഗില്ലിനോട് ഒപ്പം തന്നെ 18 കോടി ബ്രാക്കറ്റിൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു താരം എന്ന് പറയുന്നത് ലോകത്തിലെ 2020 ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച സ്പിന്നർ ആയിട്ടുള്ള റഷീദ് ഖാനാണ്. ഈ രണ്ടുപേരും ഈ ടീമിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആര് വേണമെങ്കിൽ ആ 18 കോടി എന്ന് പറയുന്ന ആ ബ്രാക്കറ്റിൽ വരാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ അവരുടെ ടീമിലുള്ള ആ ഒരു പൊസിഷനിലേക്ക് വരാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത് മുഹമ്മദ് ഷമി, ഡേവിഡ് മില്ലർ, സായി സുദർശൻ. ഇവരൊക്കെയാണ് ഈ ക്യാപ്ഡ് താരങ്ങളായിട്ട് അവരുടെ ടീമിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് അവകാശവാദം ഉന്നയിക്കുന്ന താരങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ റഷീദ് ഖാനോ അല്ലെങ്കിൽ ശുഭ്മാൻ ഗില്ലിനോ 18 കോടി കൊടുക്കുകയാണെങ്കിൽ പിന്നെ 14 കോടി എന്ന് പറയുന്ന ആ ബ്രാക്കറ്റിലേക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു താരം എന്ന് പറയുന്നത് മുഹമ്മദ് ഷമിയാണ്. പക്ഷേ മുഹമ്മദ് ഷമിയുടെ ഒരു ഫിറ്റ്നസ് ആണ് ഇപ്പോൾ എല്ലാവരെയും ഒരു അലട്ടുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ഈ ഏകദിന ലോകകപ്പിന് ശേഷം ഇതുവരെ കളിച്ചിട്ടില്ല. അദ്ദേഹം ഒരു ഇഞ്ചുറിയാണ്, അതിന്റെ റീഹാബ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഷമിയുടെ ഇഞ്ചുറി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിന് ഈ ഓപ്ഷനിൽ വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അവർ തീരുമാനമെടുക്കുക. വേണമെന്ന് തന്നെ ആയിരിക്കും അവർ തീരുമാനമെടുക്കുക. പക്ഷേ എത്ര രൂപ കൊടുത്ത് നിലനിർത്തണം എന്നുള്ളതിനെ പറ്റി അവരുടെ ഇടയിൽ ഒരു ചർച്ച ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ഒരു സ്ഥാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു താരം എന്ന് പറയുന്നത് സായി സുദർശൻ ആയിരിക്കും. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയിട്ട് നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ് സായി സുദർശൻ. അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു 1, 2, 3 എന്ന് പറയുന്ന താരങ്ങൾ എന്ന് പറയുന്നത് 18 കോടിക്ക് ശുഭ്മാൻ ഗില്ലിനെ നിലനിർത്തി കഴിഞ്ഞാൽ 14 കോടിക്ക് റഷീദ് ഖാനെയും 11 കോടിക്ക് സായ് സുദർശനെയും നിലനിർത്താനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതല്ലെങ്കിൽ 18 കോടിക്ക് ശുഭ്മാൻ ഗില്ലിനെയും 14 കോടിക്ക് മുഹമ്മദ് ഷമിയെയും 11 കോടിക്ക് സായ് സുദർശനെയും വീണ്ടും അടുത്ത ഒരു 11 കോടിക്ക് റഷീദ് ഖാനെയും നിലനിർത്താനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിൽ ഈ കോമ്പിനേഷൻ മാറാം എന്നുള്ളതാണ്. ഡേവിഡ് മില്ലറിനെ അവർ ചിലപ്പോൾ ഓപ്ഷനിലേക്ക് വിട്ട് ഒരു ടീം ഉപയോഗിച്ച് സ്വന്തമാക്കാനായിട്ടായിരിക്കും ശ്രമിക്കുക. ചിലപ്പോൾ മുഹമ്മദ് ഷമിയുടെ കേസിലും അത് തന്നെ ആയിരിക്കും അവർ ശ്രമിക്കുക. കാരണം അദ്ദേഹത്തിനെയും ഓപ്ഷനിലേക്ക് വിട്ട് ടീമിലൂടെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കും. ഏതായാലും 18 കോടിയിൽ ശുഭ്മാൻ ഗിൽ ഉണ്ടായിരിക്കും. അതേ ഒരു ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു താരമാണ് റഷീദ് ഖാൻ. അതുകൊണ്ട് ആ 4ാമത്തെ സ്പോട്ട് വീണ്ടും 18 കോടിയുടെ ഒരു സ്പോട്ട് അദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെക്കുമോ അതോ 14 കോടിക്ക് അദ്ദേഹത്തിനെ
കൺവിൻസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും 11 കോടിയുടെ ബ്രാക്കറ്റിൽ സായി സുദർശൻ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അവരുടെ ഒരു അൺക്യാപ്ഡ് പ്ലെയേഴ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതിലും നല്ല മികച്ച താരങ്ങൾ അവർക്കുണ്ട് അൺക്യാപ്ഡിൽ. അതിൽ ഷാരൂഖ് ഖാൻ ഉണ്ട്, അതുപോലെ തന്നെ അഭിനവ് മനോഹർ ഉണ്ട്, രാഹുൽ തെവാട്ടിയ ഉണ്ട്. രാഹുൽ തെവാട്ടിയെ നമുക്ക് അറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏറ്റവും മികച്ച ഒരു ഫിനിഷറാണ്. ആ ഒരു മിഡിൽ ഓർഡറിൽ ഒരു ഇന്ത്യൻ ബാറ്റർ അദ്ദേഹം ഏറ്റവും മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന താരമാണ്. ഇതിൽ ഈ 3 പേരിൽ ആരെങ്കിലുമൊക്കെ അവർ ആ ഒരു 4 കോടി ബ്രാക്കറ്റിൽ സ്വന്തമാക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ രാഹുൽ തെവാട്ടിയയും അതുപോലെ തന്നെ ഷാരൂഖ് ഖാനും ഈ 4 കോടിക്ക് മുകളിലേക്കുള്ള ഒരു തുകയ്ക്ക് പോകുമോ എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ അങ്ങനെയാണെങ്കിൽ അവരെ RTM സ്വന്തമാക്കേണ്ടി വരും. അപ്പോൾ അത് അവരെ കൺവിൻസ് ചെയ്ത് 4 കോടി രൂപയ്ക്ക് ടീമിൽ നിർത്താനായിട്ട് രാഹുൽ തെവാട്ടിയെയും ഷാരൂഖ് ഖാനെയും സാധിക്കുമെങ്കിൽ അതായിരിക്കും അവർ ശ്രമിക്കുക എന്നാണ് തോന്നുന്നത്. അഭിനവ് മനോഹറിനെ എനിക്ക് തോന്നുന്നില്ല 4 കോടിക്ക് മുകളിലുള്ള തുകയ്ക്ക് ഏതെങ്കിലും ഒരു ടീം വിളിക്കുമെന്നോ അല്ലെങ്കിൽ RTM ഉപയോഗിക്കേണ്ടി വരുമെന്നോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ 2 താരങ്ങൾ, അതായത് പ്രധാനമായിട്ടും ഷാരൂഖ് ഖാനും അതുപോലെ തന്നെ രാഹുൽ തെവാട്ടിയും, ഈ 2 താരങ്ങളെയും ഈ 4 കോടിക്ക് നിലനിർത്താൻ ശ്രമിച്ചാൽ അത് അവർക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാകും. കാരണം രണ്ടുപേരും മിഡിൽ ഓർഡറിൽ നല്ല ഒരു സ്ട്രെങ്ത് കൊടുക്കാൻ പറ്റുന്ന താരങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗുജറാത്ത് ടൈറ്റൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്ത ടീമിലേക്ക് നമുക്ക് പോവാം. 7ാം സ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഫിനിഷ് ചെയ്ത ടീമാണ് ലക്നൗ സൂപ്പർ ജയൻസ്. ലക്നൗ സൂപ്പർ ജയൻസിനെ പറ്റി പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു താരം എന്ന് പറയുന്നത് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള KL രാഹുൽ തന്നെയാണ്. പക്ഷേ KL രാഹുലിനെ പറ്റി പറയുമ്പോൾ KL രാഹുൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു 18 കോടിക്ക് അവിടെ നിലനിർത്താൻ സാധ്യതയുള്ള താരമാണ്. പക്ഷേ അദ്ദേഹത്തിനെ നിലനിർത്തുമോ അതോ അദ്ദേഹം തന്നെ ഓപ്റ്റഡ് ഔട്ട് ആവുമോ എന്നുള്ള കാര്യത്തിലും ഇപ്പോഴും യാതൊരു പിക്ചറും പുറത്തു വന്നിട്ടില്ല. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം KL രാഹുലും അവരുടെ മാനേജ്മെന്റും തമ്മിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനെപ്പറ്റിയുള്ള വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും മറ്റുള്ളിടത്തൊക്കെ വിവാദമാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ KL രാഹുൽ ആ ഫ്രാഞ്ചൈസിയിൽ നിൽക്കാനുള്ള താല്പര്യം കാണിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ നിൽക്കാനായിട്ട് താല്പര്യം കാണിക്കുകയാണെങ്കിൽ KL രാഹുലിനെ അവർ ക്യാപ്റ്റനായിട്ട് നിലനിർത്താനുള്ള ചാൻസ് ഉണ്ട്. കൺവിൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 18 കോടി രൂപയ്ക്ക് തന്നെ. മറ്റൊരു പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് നിക്കോളസ് പൂരനാണ്. ഇന്ന് ലോക ക്രിക്കറ്റിലെ ആ ഒരു മിഡിൽ ഓർഡർ സ്പോർട്ടിൽ ഏറ്റവും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ബാറ്റർമാരിൽ പെട്ട ആളാണ് നിക്കോളസ് പൂരൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹവും വേണമെങ്കിൽ ഈ 18 കോടി ബ്രാക്കറ്റിലേക്ക് വരാൻ പറ്റുന്ന ഒരു താരമാണ്. KL രാഹുൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് 18 കോടിയും നിക്കോളസ് പൂരന് 14 കോടിയും കൊടുത്തുകൊണ്ട് കൺവിൻസ് ചെയ്യാനായിട്ട് ഫ്രാഞ്ചൈസി ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അവരുടെ ഓവർസീസ് താരങ്ങൾ എന്ന് പറയുന്നത് ക്വിന്റൺ ഡികോക്ക് നല്ല ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററാണ്. മാർക്കസ് സ്റ്റോയിനിസ് അതുപോലെ തന്നെ മികച്ചൊരു ബാറ്ററാണ്. ഈ 2 താരങ്ങളെയും അവർ ഏത് സ്പോട്ടിലേക്ക്, ഈ 11 കോടിയുടെ സ്പോട്ടിലേക്ക് ഇവരെ കാണുകയോ അല്ലെങ്കിൽ അവരെ കൊണ്ടുവരികയോ ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടത്. അല്ലെങ്കിൽ ക്വിന്റൺ ഡികോക്കിനെയും ഈ പറയുന്ന മാർക്കസ് സ്റ്റോയിനിസിനെയും ലേലത്തിലേക്ക് വിട്ടിട്ട് അതിൽ നിന്ന് RTM ഉപയോഗിച്ച് സ്വന്തമാക്കാനും അവർ ശ്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 11 കോടിക്ക് ഒരു ഇന്ത്യൻ ബൗളറെ സ്വന്തമാക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നു അവരുടെ ടീമിൽ. അത് രവി ബിഷ്ണോയിയാണ്. കാരണം രവി ബിഷ്ണോയി 2020 ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച രീതിയിൽ ബൗൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബൗളറാണ്. അദ്ദേഹം ഒരു യങ്സ്റ്ററാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ 11 കോടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമുക്ക് കൺവിൻസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ലക്നൗ സൂപ്പർ ജയൻസിന് അത് വലിയ ഒരു നേട്ടമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ KL രാഹുലിന്റെ ഒരു സാധ്യത അല്ലെങ്കിൽ അദ്ദേഹം ഈ ടീമിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ അതില്ലെങ്കിൽ നിക്കോളസ് പൂരനെ ആ 18 കോടിക്ക് അവർ നിലനിർത്താനുള്ള ചാൻസ് ഉണ്ട്. അദ്ദേഹത്തിനെ ക്യാപ്റ്റൻ ആക്കുകയും ചെയ്യാം. അദ്ദേഹം ഒരു വിക്കറ്റ് കീപ്പർ കൂടിയാണ്. അപ്പോൾ അതെല്ലാം അവർക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട 2 താരങ്ങളായ ക്വിന്റൺ ഡികോക്കും അതുപോലെ തന്നെ മാർക്കസ് സ്റ്റോയിനിസും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട കോർ എന്ന് പറയുന്നത്. ഇനി കൃണാൽ പാണ്ഡ്യ ടീമിലുണ്ട്. അദ്ദേഹത്തിനെ എത്ര രൂപയ്ക്ക് നിലനിർത്തും എന്നുള്ളതിനെ പറ്റി അദ്ദേഹത്തിനെയും മേ ബി ഓപ്ഷനിലേക്ക് വിട്ടിട്ട് അവിടെ നിന്ന് RTM വേണമെങ്കിൽ സ്വന്തമാക്കാനായിരിക്കും അവർ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി അവരുടെ ഈ അൺക്യാപ്ഡ് പ്ലെയേഴ്സിലേക്ക് പോകുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു താരം എന്ന് പറയുന്നത് മായങ്ക് യാദവാണ്. മായങ്ക് യാദവ് നമുക്കറിയാം കഴിഞ്ഞ വർഷം 150 കിലോമീറ്റർ സ്പീഡിൽ ബോൾ ചെയ്ത് ഇന്ത്യയുടെ അടുത്ത ഒരു ജനറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബോളർ ആണെന്നുള്ള രീതിയിൽ ഒരു വരവറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഈ നിലനിർത്താനായിട്ട് അൺക്യാപ്ഡിൽ നിലനിർത്താൻ പറ്റുമോ എന്നുള്ളത് വേറൊരു പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ പ്ലെയേഴ്സിനെയാണ് നമ്മൾ റീറ്റെയിൻ ചെയ്യാൻ പോകുന്നതിൻ്റെ ലിസ്റ്റ് കൊടുക്കേണ്ടത് ഈ ഒക്ടോബർ 31. പക്ഷെ നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് ഒരു 3 2020 മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഒക്ടോബർ 31 മുമ്പ് ന്യൂസിലൻഡുമായിട്ട് 2 ടെസ്റ്റ് മത്സരങ്ങളും കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം മായങ്ക് യാദവ് ഉൾപ്പെട്ടാൽ ഇപ്പോൾ ഈ 3 2020 അദ്ദേഹം ഉണ്ട്. അദ്ദേഹം അതിൽ കളിക്കുകയാണെങ്കിൽ അദ്ദേഹം ക്യാപ്ഡ് പ്ലെയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ 4 കോടി എന്ന് പറയുന്ന ബ്രാക്കറ്റിൽ മായങ്ക് യാദവിനെ നിലനിർത്താനായിട്ട് ലക്നൌവിന് സാധിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിനെ ഈ ഓപ്ഷനിലേക്ക് വിടുകയോ എന്നിട്ട് RTM ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ 11 കോടിക്ക് നിലനിർത്തുക അല്ലെങ്കിൽ 14 കോടിക്ക് നിലനിർത്തുകയോ ചെയ്യേണ്ടി വരും. അതെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയണമെങ്കിൽ അദ്ദേഹം ഈ 3 2020 കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഫസ്റ്റ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ക്യാച്ച് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെയും അവർക്ക് അൺക്യാപ്ഡ് ആയിട്ടുള്ള നല്ല താരങ്ങൾ അവർക്കുണ്ട്. അവരുടെ
മിഡിൽ ഓർഡറിൽ ഒന്ന് നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന ആയുഷ് ബദോനി ഒരു നല്ല താരമാണ്. മൂസിൻ ഖാനും യഷ് തക്കൂറും രണ്ടുപേരും നല്ല ഫാസ്റ്റ് ബോളേഴ്സാണ്. അപ്പോൾ രണ്ടുപേരും നല്ല രീതിയിൽ കഴിഞ്ഞ വർഷം പെർഫോം ചെയ്തിട്ടുമുണ്ട്. അതിൽ ആരെ വേണമെങ്കിലും ഈ 4 കോടിയുടെ ബ്രാക്കറ്റിൽ, അതായത് വേണമെങ്കിൽ 2 താരങ്ങളെ, ഇപ്പോൾ മായങ്ക് യാദവ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അദ്ദേഹം 4 കോടിയുടെ ബ്രാക്കറ്റിൽ ആ ടീമിൽ വരും. പിന്നെ ഈ പറയുന്ന ആയുഷ് ബദോനി, മൂസിൻ ഖാൻ, യഷ് താക്കൂർ, ഈ 3 താരങ്ങളിൽ ആരെങ്കിലും ഒരാളെയും കൂടെ അവർ സ്വന്തമാക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാണ് ഈ 2 ടീമുകളെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൻ്റെ താഴെ രേഖപ്പെടുത്തുക. ഏതായാലും അടുത്ത 2 ടീമുകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.